ഞങ്ങൾ കമ്മിറ്റി കൂട്ടിയിട്ട് നേരിട്ട് വരുന്ന വഴിയാ. ഇരിക്കൂ. ചായ ഒന്നും വേണ്ട. അതുമല്ല, അയൽപക്കക്കാരുടെ മുമ്പിൽ ആകെ അങ്ങ് പൊട്ടയായിരിക്കുമല്ലേ. ആ മനപ്രയാസത്തിനിടയിലാന്നോ ചായ? മിസ്റ്റർ ജെറി, ഈ കോളനിയിൽ ഇങ്ങനൊരു ഇഷ്യൂ ആദ്യമായിട്ടാ. ഒത്തുതീർപ്പിന് വന്ന ആളെ ഭാഗം പറയാൻ പാടില്ല. എന്നാലും പറയും, ഇതെന്താ ഈ കൊച്ചനാണോ പ്ലാവിന്റെ കൊമ്പ് അങ്ങോട്ട് ചരിച്ചു വെച്ചത്? അല്ലെങ്കിൽ കിട്ടുന്ന വിലക്ക് അങ്ങ് വിറ്റേച്ച് പോണോന്ന്. ബിൽഡേഴ്സ് നല്ല ഉദ്ദേശത്തിലാ ലാൻഡിലെ മരങ്ങൾ വെട്ടാതിരുന്നത്. അതിപ്പോ ഇങ്ങനെയോ ആയി. അതുമല്ല ചേച്ചി, ഈ കോളനിക്കാരുടെ മുമ്പിൽ ഞങ്ങളെ അവര് വഴക്കാളികളാക്കി. അതൊന്നും സാരമില്ല, നമുക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. അതിപ്പോ അപ്പുറത്തുള്ള അയാൾക്ക് കൂടെ അറിയണ്ടായോ? ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാ, അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പങ്ങ് മുറിച്ചേക്ക്. ഇത് കോളനിക്കാരുടെ മൊത്തത്തിലുള്ള റിക്വസ്റ്റ് ആണെന്ന് വെച്ചു. ഒരുത്തനെയും പേടിച്ചിട്ടൊന്നുമല്ല, നിങ്ങളോട് റെസ്പെക്ട് ഉണ്ടല്ലോ. മുറിച്ചേക്കാം, കൊമ്പല്ല മരം തന്നെ മുറിച്ചേക്കാം. താങ്ക് യു, താങ്ക് യു ജെറി, താങ്ക് യു. നമുക്കിറങ്ങാം. പുള്ളിയൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ സെക്രട്ടറി, ഒരുത്തിനെ നോക്കിയിട്ടല്ല എന്നുള്ള അവന്റെ ആ ഉടക്ക് വർത്തമാനമുണ്ട്, അതെനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. എന്താ അസോസിയേഷൻ പറഞ്ഞിട്ടാ മുറിക്കുന്നത്, അല്ലാതെ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും മുറിക്കുന്ന പ്രശ്നമില്ല. എനിക്ക് ഒരുത്തന്റെ ഔദാര്യം വേണ്ട. ഞാൻ എന്റെ മര്യാദയുടെ പുറത്താണ് നിങ്ങൾക്ക് പരാതിയെന്ന്, അല്ലാണ്ട് വെട്ടിപ്പൊളിച്ചുകളെ എനിക്കറിയാൻ വളഞ്ഞിട്ടുള്ള. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ എത്ര കാലം വെച്ചിട്ടാ സഹിക്കുക? ശരി, അവളതെല്ലാം കൂടി ഇങ്ങോട്ട് വലിച്ചെറിയുന്നു. അവിടെ ഞാൻ നീ ഇങ്ങോട്ട് മാറി. സെക്രട്ടറി, ഇപ്പൊ ഞാൻ പറഞ്ഞ ബാക്കി അങ്ങ് പിൻവലിക്കുക. എന്റെ പ്ലാവ് ഒരു കാരണവശാലും ഞാൻ മുറിക്കുന്നില്ല. മാത്രമല്ല, വെട്ടാൻ വരുന്നവന്റെ കാര്യം വിട്ടും. അസോസിയേഷൻ അറിയിക്കാനല്ലേ ഞാനും അറിയിച്ചു കഴിഞ്ഞു. എന്റെ വഴിയോ കൂടാ. നിങ്ങൾ എന്തു വേണേ ചെയ്തു, എങ്ങനെ വേണേ ചെയ്തു, പക്ഷെ പ്രശ്നം ഉണ്ടായ അസോസിയേഷൻ ഇടപെടും. ഈ വെട്ടും കുത്തും കലഹമൊക്കെ ഉണ്ടാകുന്നതിനെക്കാട്ടും നല്ലത് എത്രയും പെട്ടെന്ന് കിട്ടുന്ന വിലക്ക് ഇതൊക്കെ വിൽക്കുന്നത്. ഞാൻ പറഞ്ഞേ എല്ലാവരും വീട്ടിൽ പോടും. എല്ലാരോടും എന്റെ തലേക്ക് എന്തിനാ? ഹലോ, ജമ്പോൺ സാറല്ലേ? ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എടാ, നീയൊക്കെ കാരണം ആ സ്പോൺസർ ആകെ വയലന്റ് ആയിട്ടിരിക്കുക. അറിയോ, ഈ ഷോ അബ്രപ്റ്റ് ആയിട്ട് നിർത്തിയാണ്. എന്താ സ്പോൺസേഴ്സിനോട് പറഞ്ഞേക്ക് ജെറി ഹലോ എഫും വിട്ടെന്ന് എന്റെ റെസിഗ്നേഷൻ സാറിന് മേലിൽ ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇവന്റെ കൂടെ ഇനി ആര് വർക്ക് ചെയ്യാനാ? എടാ മക്കളെ, ചേട്ടനൊന്ന് പറയട്ടടാ. നിന്റെ ഒപ്പം ഇനി ആര് വർക്ക് ചെയ്യൂടാ? അയ്യോ, ഞാൻ ജിഞ്ചറി പോടാ, ഓറഞ്ച് പോടാ, നിന്റെ ഓറഞ്ച് പുളിക്കും, നിന്റെ ജിഞ്ചർ കൈക്കൂടാ. ഒരു കാരണവശാലും ഇവർക്ക് വിട്ടുകൊടുക്കാൻ പിന്നെ അറിയില്ലെന്നെ. എന്താ നീ വന്നേ. അതെ, സ്വന്തം വില്ലകളാ. അപ്പൊ നിങ്ങൾ ആ വില്ല വാങ്ങുമ്പോഴേ അവിടെ പ്ലാവ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? പ്ലാവ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ചില്ല ഈ മാധവിന്റെ. അങ്ങനെ പറയരുത്. ഇനി മുതൽ മാധവ് എന്ന് പറയുന്ന ആളില്ല, അത് തീർന്നു. എതിർകക്ഷി, മനസ്സിലായോ? ഈ എതിർകക്ഷിയുടെ മുറ്റത്തേക്ക് ഒരു കൊമ്പ് ചാഞ്ഞ് നിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ചില ഇലകളും മറ്റും മാധവിന്റെ എതിർകക്ഷിയുടെ മുറ്റത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. കുറച്ച് ഇലയൊന്നും അങ്ങോട്ട് വീണിട്ടില്ല. അതെല്ലാം എതിർകക്ഷി കെട്ടിച്ചു വെച്ചതാണ്. സാറേ, എന്തൊക്കെയായാലും ശരി, അത് സുപ്രീം കോടതി വരെ പോയാലും ശരി, അവനെ ഒരു ചില്ല പോലും മുറിക്കാൻ പാടില്ല. ഞാൻ എത്ര കാശ് വേണം ചെലവാക്കാം, ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. സാറേക്ക് നാളെ തന്നെ സ്റ്റേ ഓർഡർ വാങ്ങിച്ചു തരണം. അതല്ല, എനിക്ക് വിട്ടേരെ. എന്തായാലും ഞാൻ 2 ദിവസത്തിനുള്ളിൽ വീട്ടിലോട്ട് വരാം. വേണമെങ്കിൽ പ്ലാവിന് പ്രൊട്ടക്ഷൻ കൊടുക്കാം. പിന്നെ പീസിന്റെ കാര്യം അത് ഗുമസ്തം പറഞ്ഞു കാണൂലല്ലേ? അത് മൊത്തം വേണോ? പറഞ്ഞു തുക മുഴുവനും ഉണ്ടോ കേട്ടോ? ഓ അങ്ങനെ അത് ജെറി, എന്തൊരു സൗണ്ട്? ഇടിയപ്പം പ്ലാവ് മുറിക്കുന്നത്.
എന്തുകൊണ്ട് എന്താ ഇതിന് മേലെ ഒരാള് നിങ്ങൾ എന്തൊരു ശല്യമായി പോയി. ഞാൻ അന്നേ പറഞ്ഞില്ലേ ജോമാരെ താമസിപ്പിക്കരുത്. കണ്ടില്ലേ രാത്രിയിൽ മനുഷ്യൻ ഇറങ്ങും. ഞാനിവിടെ ഇവിടെ താമസിക്കാൻ പറ്റില്ല. അവന്റെ ആളാ ആഹാ ഇതവന്റെ ഗുണ്ടയാ സാറെന്തിനാ അത് ശരി നീ ആളെ വിട്ടതല്ലേ ഓഞ്ഞ വരംപെട്ടാറേ എനിക്ക് വേറൊരുത്തന്റെ സഹായം വേണ്ട. രണ്ട് ദിവസത്തിലെ അത് വെട്ടിയിരിക്കും. അതൊക്കെ തോന്നലാ മാധവ്. തോന്നലൊന്നുമല്ല. വെട്ടുമെന്ന് പറഞ്ഞാ വെട്ടും. അതെ ആ കുട്ടി വെട്ടാന്ന് നമുക്ക് പോലെ സഖി കെട്ടു. രണ്ടു കൂട്ടരും വീടും വിറ്റിച്ചു പോകുന്നതാ കോളനിക്ക് നല്ലത്. നിങ്ങൾക്ക് എന്തിനു കേടാന്ന് മനുഷ്യ വല്ലവന്റെ വാക്ക് കേട് ഇപ്പൊ അകത്ത് കിടന്നേനെ. നിങ്ങളെ പോലത്തെ രണ്ടെണ്ണത്തിന് വെച്ച് ആ സ്ഥാപനം നടത്താൻ എനിക്ക് നല്ലതേ അത് തൂക്കി കിടക്കണതാ. ആ FM-നെ കാട്ടി നല്ല ചെയ്യില്ല. 3 നേരം ആഹാരം കിട്ടും, ചെയ്യുന്ന ജോലിക്ക് ശമ്പളവും കിട്ടും. ഈ പ്ലാവേല എന്റെ FM-ന്റെ ഭാവി. ഇത്രയും നാളും കയ്യാലെ പുറത്താർന്ന് ഇപ്പൊ ഈ പ്ലാവിലായ മോനെ ജെറി ചേട്ടനോട് കരുണ കാണിക്കണം. നാളെ തന്നെ നിങ്ങളൊന്ന് FM-ൽ വാ. ഒന്ന് വാടാ. ജയമോഹൻ സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇനി ജെറിയെ കിട്ടില്ല. ഈ പറഞ്ഞ ഇയാളില്ലെങ്കിൽ കാണായിരുന്നു നിന്റെ ഒക്കെ കല്യാണം. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുക നീ. എനിക്ക് താല്പര്യമില്ല. വരുന്നോ നീ പോടി. അന്നാന്നല്ല പന്നാന്ന ഇവളെയൊക്കെ വിളിക്കണ്ടേ. അവനെ ചെറിയുന്നല്ല. നല്ല ഉറുമ്പിന്റെ കടി കിട്ടിയിട്ടുണ്ട്. നീ ഇപ്പൊ എന്ത് ചെയ്യടാ? ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോ. എന്തേ വിശക്കണല്ലേ? ഓ അവിടെ ചെക്ക് എടുക്കൂലല്ലേ? നല്ലൊരു ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു. മര്യാദക്ക് അത് തിന്നാ മതിയായിരുന്നു. പട്ടിണി തന്നെ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേമിനെ ഒരു ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാതെ നിങ്ങൾ ഇട്ടേച്ച് പോയി. അത് തന്നെ ഒരു നെഗറ്റീവാണ്. അതിലും വലിയ നെഗറ്റീവാണ് ഒരു ടീം സ്പ്ലിറ്റ് ആകുന്നത്. ജെറി മാധവ് ടീം അതൊരു അട്രാക്ഷൻ തന്നെയായിരുന്നു. പക്ഷേ മാധവ് ഒറ്റയ്ക്ക് സാർ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം. സാറിന്റെ FM സകല FM-നെ ബ്രേക്ക് ചെയ്യും. എനിക്കൊരു ട്രെയിനിങ്ങിനെ കൂടെ തന്നാ മതി. നമുക്ക് സൂപ്പർ സ്ലോട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ സ്ലോട്ട് ഉണ്ടാക്കാൻ കഴിവുള്ളവര് ഈ ഓറഞ്ച് FM-ൽ തന്നെ ഉണ്ട്. ബട്ട് ഐ വാണ്ട് യുവർ ടീം ജെറി മാധവ്. സോറി സർ, എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്കിനി മാധവനെ വയ്ക്കാൻ പറ്റില്ല. ഐ എം സോറി മാധവ്, ഐ എം സോറി. എനിവേ താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. ഹലോ സർ, സമയായി സർ. ചാവാനാ? അല്ല സർ, ഹലോ നമസ്തേക്ക് ഇനി 3 മിനിറ്റേ ഉള്ളൂ. എന്ത് ചെയ്യും? ഇന്നത്തേക്ക് ഏതെങ്കിലും ട്രെയിനീസിനെ കയറ്റാൻ പറ്റുമോ നോക്ക്.